നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയപാതയിൽ LPG ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയത് 1.5 ദിവസം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയായത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളിക്കാലിൽ അപകടാവസ്ഥയിലായിരുന്ന മരത്തിന് ചുറ്റും കെട്ടിയ സംരക്ഷണ ഭിത്തി കൂടി തകർന്നു. വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണിടിപ്പിനെതിരെ DYFI നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തീയ മഹാസഭയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം 2025 ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റും. തൃക്കരിപ്പൂരിലെ വിവിധ മേഖലകളിൽ നാശനഷ്ടം. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയപാതയിൽ LPG ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയത് 1.5 ദിവസത്തോളം. ടാങ്കർ ലോറി ഉയർത്തുന്നതിനിടെ വാതക ചോർച്ചയുണ്ടായത് ആശങ്ക വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയാക്കുവാനായത്. ഇതോടെയാണ് പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും മണിക്കൂറുകളായി അനുഭവിച്ച ഭീതിയും ആശങ്കയും ഒഴിഞ്ഞത്. വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചേക്കാവുന്ന അപകടം ഒഴിഞ്ഞുപോയതിൻ്റെ ആശ്വാസത്തിലാണ് കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയപാതയോരത്തെ പ്രദേശവാസികൾ. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഇവിടെ മംഗളൂരുവിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പാചകവാതകവുമായി പോകുകയായിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞത്. സർവീസ് റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറുന്നതിനിടെ പെട്ടെന്ന് എതിരെ വന്ന സ്വകാര്യ ബസ്സിന് സൈഡ് നൽകുവാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റോഡരികിലെ കുഴിയിലേക്ക് ടാങ്കർ മറിഞ്ഞത്. LPG ക്വിക്ക് റെസ്പോൺസ് ടീം സ്ഥലത്തെത്തി പരിശോധിച്ച് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് ഇന്നലെ രാവിലെ 9 മണിക്ക് ഖലാസികളുടെ സഹായത്തോടെ ടാങ്കർ ഉയർത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ടാങ്കറിൻ്റെ വാൽവ് പൊട്ടിയതോടെ വാതക ചോർച്ചയുണ്ടായി. ഇത് കടുത്ത ആശങ്കയ്ക്കാണ് വഴിവെച്ചത്. തുടർന്ന് മംഗളൂരുവിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തിയാണ് ചോർച്ച അടച്ചത്. ഈ നേരമത്രയും നാടും നാട്ടുകാരും ആശങ്കയിലായിരുന്നു. ചോർച്ച നിയന്ത്രിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. ചോർച്ചയെ തുടർന്ന് സംഭവസ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ പരിധിയിലുള്ള വീട്ടുകാരെ മുത്തപ്പൻകാവ് ഓഡിറ്റോറിയം, ആറങ്ങാടി GLP സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. ചിലർ ബന്ധുവീടുകളിലേക്കും മാറി. പ്രദേശത്തെ കടകമ്പോളങ്ങൾ അടയ്ക്കുകയും KSEB വൈദ്യുതി വിതരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയാക്കുവാനായത്. ഇതോടെയാണ് പ്രദേശവാസികളും രക്ഷാപ്രവർത്തകരും മണിക്കൂറുകളായി അനുഭവിച്ച ഭീതിയും ആശങ്കയും ഒഴിഞ്ഞത്. ദുരന്തം ഒഴിവാക്കുന്നതിന് കാര്യക്ഷമമായും ജാഗ്രതയോടെയും പ്രവർത്തിച്ച എല്ലാവർക്കും ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതായും രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിച്ചാണ് മികച്ച ഏകോപനത്തിലൂടെ ഇത് സാധ്യമാക്കിയതെന്നും ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളിക്കാൽ 30-ാം മൈലിൽ അപകടാവസ്ഥയിലായിരുന്ന മരത്തിന് ചുറ്റും കെട്ടിയ സംരക്ഷണ ഭിത്തി കൂടി തകർന്നതോടെ വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ. MLAയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതോടെയാണ് മരം മുറിച്ചു മാറ്റാൻ അടിയന്തര നടപടികൾ ആരംഭിച്ചത്. പള്ളിക്കാലിൽ 30-ാം മൈലിൽ 100-ലധികം വർഷം പഴക്കമുള്ള ഈ മരം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലായിരുന്നു. അപകട ഭീഷണി ഉയർത്തിയിരുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് സമീപത്തെ കെട്ടിടങ്ങൾക്കും വൈദ്യുതി ലൈനിനും മാത്രമല്ല, തിരക്കേറിയ തളങ്കര പാതയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്കും റെയിൽവേ ലൈനിനും ട്രെയിനുകൾക്കും ഉൾപ്പെടെ വലിയ ഭീഷണിയായിരുന്നു. ദിവസേന സ്കൂൾ വിദ്യാർത്ഥികളും മദ്രസാ കുട്ടികളും നടന്നുപോകുന്ന റോഡിന് സമീപം കൂടിയാണ് മരമുള്ളത്. 1 മാസം മുൻപ് കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം മരത്തെ സംരക്ഷിച്ചിരുന്ന കോൺക്രീറ്റ് മതിൽ ഭാഗികമായി തകരുകയും ചെയ്തതോടെ പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിച്ചു. ഇപ്പോൾ വേരുകൾ പുറത്തേക്ക് തള്ളി മതിൽ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. ഇതോടെയാണ് അധികൃതർ വിഷയത്തിൽ ഇടപെട്ടത്. MLAയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതോടെയാണ് മരം മുറിച്ചു മാറ്റുവാൻ ഇപ്പോൾ അടിയന്തര നടപടികൾ ആരംഭിച്ചത്. ഇതോടെ വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആശങ്കയ്ക്കാണ് പരിഹാരമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
തീയ മഹാസഭയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം 2025 ഞായറാഴ്ച വിദ്യാനഗർ ഉദയഗിരി ശ്രീഹരി ഓഡിറ്റോറിയത്തിൽ നടക്കും. എഴുത്തുകാരൻ ബാലൻ പുതേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീയ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക, സമുദായത്തിന്റെ വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ പുരോഗതിയിലേക്ക് നയിക്കുക, സംവരണമടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് സമ്മേളനമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിനും വിദ്യാഭ്യാസം, തൊഴിൽ, സംരംഭകത്വം, സാംസ്കാരിക മേഖലകളിലെ പുരോഗതിക്ക് നേതൃത്വം നൽകുന്നതിനും തീയ മഹാസഭ പ്രതിജ്ഞാബദ്ധമാണെന്നും 2026 ഇന്ത്യയിൽ ജാതി സെൻസസ് നടക്കുമ്പോൾ തീയരെ പ്രത്യേക സമുദായമായി രേഖപ്പെടുത്തുവാനുള്ള തീരുമാനമുണ്ടാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എഴുത്തുകാരൻ ബാലൻ പുതേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PC വിശ്വംഭരൻ പണിക്കർ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ഗണേഷ് മാവിനകട്ട സ്വാഗതവും സംഘാടക സമിതി ചെയർമാൻ N സതീശൻ ആമുഖ പ്രഭാഷണവും നടത്തും. ചടങ്ങിൽ സമൂഹ സ്നേഹത്തിനുള്ള ആദരവായി ആദിദിവ്യൻ പുരസ്കാരം 2025 ഒമേഗ ഹോസ്പിറ്റലിലെ സീനിയർ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ K മുകന്ദയ്ക്ക് സമ്മാനിക്കും. കൂടാതെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും സമ്മേളനത്തിൽ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത്രയും പ്രബലമായ ഒരു സമുദായം ആചാരം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും സംസ്കാരം കൊണ്ടും പൈതൃകം കൊണ്ടുമൊക്കെ വലിയ പാരമ്പര്യമുള്ള കേരളത്തിലെ ഹിന്ദു സമൂഹത്തിൽ 24% വരുന്ന ഈഴവ തീയയുടെ പകുതി തീയയാണ്. അത് ഒരു കാറ്റഗറിയിൽ പെട്ടു എന്നതിനപ്പുറം ഈഴവനും തീയനും മറ്റു ബന്ധങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വലിയ സംസ്കൃതിയുള്ള ഒരു സമുദായം. പക്ഷെ എന്തുകൊണ്ടോ അത് ഈഴവ സമുദായത്തിൻ്റെ ഉപജാതിയാക്കി മാറ്റപ്പെട്ടതോടുകൂടി ഈ സമുദായത്തിലെ കുട്ടികൾക്ക് ഇന്ന് ഡിഗ്രിയും PGയും കഴിഞ്ഞിട്ട് ജോലി ലഭിക്കാതെ സംവരണാനുകൂല്യങ്ങൾ കൊണ്ടൊന്നും നേടാൻ പറ്റാത്തൊരവസ്ഥയിലും ഉന്നതമായ പഠനം പറ്റാത്ത രീതിയിലുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടി തീർച്ചയായിട്ടും ശക്തമായൊരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നിയമപരമായിട്ട് ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൻ്റെ മേലിൽ ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്യാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. പത്മശ്രീ ബാലൻ പൂതേരി അവറുകളാണ് ഈ തീയ മഹാസഭയുടെ ആരൂഢം 2025 ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ജില്ലാ പ്രസിഡന്റ് PC വിശ്വംഭരൻ പണിക്കർ, സംഘാടക സമിതി ചെയർമാൻ സതീശൻ മന്നിപ്പാടി, കൺവീനറും സംസ്ഥാന കോർഡിനേറ്ററുമായ ഗണേഷ് മാവിനകട്ട, ജില്ലാ ജനറൽ സെക്രട്ടറി KV പ്രസാദ്, ജില്ലാ ട്രഷറർ TV രാഘവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഏകീകരണ നടപടികൾ അവസാനിപ്പിക്കുക, ബാച്ചിലെ കുട്ടികളുടെ എണ്ണം 50ആയി പരിമിതപ്പെടുത്തുക, NPS ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുക, 5 വർഷം പൂർത്തിയാകുമ്പോൾ ജൂനിയർ അധ്യാപകർക്ക് സീനിയർ തസ്തിക നൽകുക, ജൂനിയർ സർവീസ് പ്രിൻസിപ്പൽ പ്രൊമോഷന് പരിഗണിക്കുക, പ്രിൻസിപ്പൽ തസ്തികയിൽ ഹയർ സെക്കൻഡറി അധ്യാപകരെ മാത്രം നിയമിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. താഴെ 7ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരായാലും LP തൊട്ട് UP വരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരായാലും ഇതിനെല്ലാം ആ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്വാളിഫിക്കേഷൻ വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. സ്വാഭാവികമായും ഈ ഏകീകരണം ഈ സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതാത് മേഖലയിലെ വിദ്യാഭ്യാസത്തെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറുന്നു. സർക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല. കുട്ടികളുടെ ഭാവിയെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. HSTA ജില്ലാ പ്രസിഡന്റ് അൻവർ AB അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ മെജോ ജോസഫ്, FHSTA ജില്ലാ ചെയർമാൻ സുബിൻ ജോസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം ബാലചന്ദ്രൻ, IT സെൽ രാകേഷ് കൊട്ലമൊഗർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ ബോവിക്കാനം എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പ്രവീൺ കുമാർ സ്വാഗതവും ട്രഷറർ റംസാദ് അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ വീരമലയുടെ താഴ്വാരം രാജ്മോഹൻ ഉണ്ണിത്താൻ MP സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച ശേഷമാണ് MP ചെറുവത്തൂരിലെ വീരമലക്കുന്ന് ഇടിഞ്ഞു താഴ്ന്ന സ്ഥലത്തെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് NH 66 ഉണ്ടായ
സമാനമായ മണ്ണിടിച്ചിലാണ് രണ്ടാമത്തെ പ്രാവശ്യവും വീരമലക്കുന്നിൽ ഉണ്ടായത്. കാസർഗോഡ് 1, 2, 3 റീച്ചുകൾ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ റീച്ച് ചെർക്കളയിൽ നിന്ന് ആരംഭിച്ച് നീലേശ്വരത്തും, മൂന്നാമത്തെ റീച്ച് നീലേശ്വരത്ത് നിന്ന് ആരംഭിച്ച് തളിപ്പറമ്പിലുമാണ് അവസാനിപ്പിക്കുന്നത്. ഈ 2 റീച്ചുകളുടെയും കരാറുകാരനെന്ന് പറയുന്നത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. 2022 പെരിയയിൽ അവർ നിർമ്മിച്ച ഒരു ഫ്ലൈ ഓവർ ഇടിഞ്ഞ് താഴെ വീണു. അന്ന് തന്നെ ആ പണിയിലെ കൃത്രിമത്വവും അതുപോലെ തന്നെ നിരുത്തരവാദപരമായ പണിയെക്കുറിച്ച് ഞാൻ നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തെ കാര്യം അറിയിച്ചാണ്. കാരണം ഇവർ ശരിയായ രീതിയിലല്ല പണിയുന്നത്, അതുകൊണ്ട് ഇവരെ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെട്ടാണ് നിരവധി നിവേദനങ്ങൾ ഞാൻ അദ്ദേഹത്തെ കൊടുത്തു. ഇപ്പോൾ മെനഞ്ഞാന്ന് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് വീരമലക്കുന്നിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വീരമലക്കുന്നിൽ അശാസ്ത്രീയമായ മണ്ണ് എടുപ്പാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി സോയിൽ നെയിലിങ്ങിലൊന്നും നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഈ വീരമലക്കുന്ന്. ഇവിടെ ശക്തമായ കോൺക്രീറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ശിരൂരിൽ 10 പേർ മരിച്ച പോലെ ഇവിടെ 10 ആയിരിക്കില്ല മരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെങ്കിൽ അടിയന്തരമായി ഈ കൺസ്ട്രക്ഷൻ കമ്പനിയായ മേഘയെ ഇതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ ഹൈവേയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ശുദ്ധ തട്ടിപ്പാണ്. അത് ഫലപ്രദമായി ചെയ്യാൻ ഈ കരാർ കമ്പനിയായ ഇവർ തയ്യാറായിട്ടില്ല. മാത്രമല്ല ഡ്രെയിനേജ് സിസ്റ്റം സകല സ്ഥലത്തും തകരാറിലാണ്. ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തി. ദേശീയപാതയിൽ നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്കും നാട്ടുകാർക്കും ചരിത്ര പ്രാധാന്യമുള്ള വീരമലയിൽ നടക്കുന്ന മണ്ണെടുപ്പ് നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ വച്ച് പന്താടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും ഇന്ന് നടന്നത് സൂചനാ സമരമാണെന്നും നിയമവിരുദ്ധമായി കയ്യേറ്റം നടത്തിയാൽ മേഘ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും രജീഷ് കൂട്ടിച്ചേർത്തു. നമ്മുടെ വീട്ടിന്റെ ചുമരുന്ന് സിമന്റ് അടിക്കുന്നത് പോലെ പ്ലാസ്റ്ററിംഗ് നടത്തുന്നത് പോലെ മണ്ണിൽ നിന്നും നീരുറവിയോടെ വെള്ളം ഒഴുകി വന്ന് നടത്തുപോയി സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തുകയാണ്. എന്നിട്ട് പറയാണ് ഇതാണ് ജപ്പാൻ ടെക്നോളജി, ഇതാണ് മേഘ കൺസ്ട്രക്ഷൻ. ഈ മണ്ണിന്റെ ഭൂപരിസ്ഥിതിയെ സംബന്ധിച്ച്, ഈ മണ്ണിനെ സംബന്ധിച്ച് പഠനം പോലും നടത്താതെ, കേരളത്തിലെ അതിതീവ്ര മഴയെക്കുറിച്ച് പോലുമുള്ള സാഹചര്യങ്ങളെ കൃത്യമായി പഠിക്കാതെ തെറ്റായ നിലയിൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും ഇവർ മുന്നോട്ട് വെക്കുന്ന ഒരു ശാസ്ത്രീയമായ പഠനവും നടത്താതെ നമ്മുടെ നാടിന്റെ ഈ വികസന പ്രവർത്തനത്തെ അട്ടിമറിക്കുന്ന നിലയിലേക്ക് ഇവരുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ചെറുക്കളയിലെ ബേലിഞ്ചയിൽ ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ സജേഷ്, നവീൻ കുമാർ, കെ വി അനീഷ്, കെ അഭിറാം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തുളു ചിത്രം ധർമ്മചാവടിയുടെ പ്രകാശനം പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് മെഹബൂബ് തിയേറ്ററിൽ നടന്ന പ്രകാശന പരിപാടി ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് രവീഷ് തന്ത്രി കുണ്ടാരു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണവാണി പിക്ചേഴ്സിന്റെ ബാനറിൽ നിതിൻ റായ് കുക്കുവള്ളി നുളിയാളു സംവിധാനം ചെയ്ത് നടുബയിൽ ജഗദീഷ് അമീൻ നിർമ്മിച്ച് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുളു ചിത്രം ധർമ്മചാവടിയുടെ റിലീസ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. കാസർഗോഡ് മെഹബൂബ് തിയേറ്ററിൽ നടന്ന പരിപാടി ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് രവീഷ് തന്ത്രി കുണ്ടാർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ನಮ್ಮ ಪರಿಸರಟ್ಟು ಕಾಸರಗೋಡು ತಾಲೂಕು ಕೂಡ ಕರ್ಮಂ ತೋಡಿಟ್ಟು ನಿರಂತರವಾದ ಹೌಸ್ಫುಲ್ ಆತ ವಿದ್ಯೆ ನಡತೋಂತುಂಡು ಅಂಚನೆ ಕಾಸರಗೋಡ್ಲ ಹೌಸ್ಫುಲ್ ಆತ ನಡಪೋಡು ಐದು ಪೂರ್ಣವಾಯಿನ ಪ್ರೋತ್ಸಾಹ ಕೊರಡ ಏನಿದೆ ಅಂತ ತುಳು ಭಾಷೆನ ಪ್ರೀತಿಸೋಪನಂಚಿದ್ನ ತುಳು ಸಂಸ್ಕಾರನ ಪ್ರೀತಿಸೋಪನಂಚಿದ್ನ ಈ ರೀತಿದ ಆ ಪ್ರಯತ್ನ ಮಾಡ್ಕೊಂಡು ಪ್ರೋತ್ಸಾಹಿಸೋಪನ ನಮ್ಮ ಮಾಡ್ತಿರಲ್ಲ ಐದು ಕೈ ಜೋಡಿಸೋಯಿಂದ ಅಂತ ಖಂಡಿತ ಆಗ್ಲಿಕ್ಕೆ ನಲ್ಲ ಈ ಚಿತ್ರ ಮಾತ್ರ ನಾನು ಈ ಚಿತ್ರ ಅನೇಕ ಚಿತ್ರ ಒಳಪೆರಿಯುತ್ತಿದ್ದ ಉತ್ಸಾಹ ಬರ್ಕೊಂಡು. മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ കൂഡ്ലു, കമലാക്ഷ സുവർണ, ഹരീഷ് കെ ആർ, ബിന്ദു ഗ്രാനൈറ്റ് ഉദ്യോഗ് പി ആർ സുനിൽ, ഹരികാന്ത് കാസർഗോഡ്,
രാധാകൃഷ്ണ ഉളിയത്തെടുക്ക, ചലച്ചിത്ര സംവിധായകൻ നിതിൻ റോയ് കുക്കുവള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. സുള്യ, പെർള എന്നിവിടങ്ങളിലായാണ് ഈ ചിത്രം ചിത്രീകരിച്ചത്. പെർള മേഖലയിലെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചിത്രത്തിന്റെ കഥ. മംഗലാപുരത്തും പുത്തൂരിലും ഇതിനകം റിലീസ് ചെയ്ത ചിത്രം മികച്ച സ്വീകാര്യത നേടിയിട്ടുണ്ട്. മുള്ളേരിയയിലും ഇത് റിലീസ് ചെയ്യുകയും പൊതുജന പ്രശംസ നേടുകയും ചെയ്തു. കാസർഗോട്ടും ചിത്രം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റ് തൃക്കരിപ്പൂർ മേഖലയിലെ വിവിധയിടങ്ങളിൽ നാശം വരുത്തി. വൈദ്യുത കമ്പികൾ പൊട്ടിവീണും തെങ്ങുകൾ മുറിഞ്ഞു വീണുമാണ് നാശനഷ്ടമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ തൃക്കരിപ്പൂർ പൊറോപ്പാട്ടെ MP ഖദീജയുടെ വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. ഇരുനില വീടിന്റെ മുകൾ ഭാഗത്തേക്ക് തെങ്ങ് കാറ്റിൽ കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മേൽക്കൂര തകർന്ന് ചിതറി വീണു. ഒളവറ ഉടുമ്പന്തലയിലെ ശിഹാബ് തങ്ങൾ റോഡിന് കുറുകെ വലിയ തെങ്ങ് മുറിഞ്ഞു വീണു. സുഹ്റ ഇബ്രാഹിമിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് തെങ്ങ് വീണത്. കൈക്കോട്ടുകടവ് സ്കൂളിന് സമീപത്ത് റോഡിൽ തെങ്ങ് കടപുഴകി വീണു. വൈദ്യുത കമ്പികൾ പൊട്ടി റോഡിൽ പതിച്ചു. വൈദ്യുതി വിതരണം പലയിടങ്ങളിലും താറുമാറായി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സമൂഹത്തിൽ അടുത്ത കാലത്തായി പെൺകുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ആത്മഹത്യാ പ്രവണത ആശങ്കയുളവാക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞായിഷ. കാസർഗോഡ് ജില്ലയിലെ വനിതാ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. ഇന്ന് വനിതാ കമ്മീഷന്റെ കാസർഗോഡ് സിറ്റിംഗിൽ 52 പരാതികളാണ് വന്നിട്ടുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും വന്ന പരാതികൾ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വത്ത് തർക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഉണ്ടായിരുന്നു. സ്ഥലം രജിസ്റ്റർ ചെയ്ത് പണം നൽകിയിട്ടും സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാത്ത പരാതി ഉണ്ടായിരുന്നു. ഭർത്താവ് സ്വർണം ലോക്കറിൽ വെച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാത്ത പരാതി. അത്തരത്തിലുള്ള പരാതികളാണ് ഇന്ന് കൂടുതലായിട്ടും വന്നിട്ടുണ്ടായത്. സമൂഹത്തിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ആത്മഹത്യകൾ ഭയപ്പെടുത്തുന്നതും ആശങ്ക ഉളവാക്കുന്നതുമാണ്. കുടുംബാന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പെൺകുട്ടികൾക്ക് നല്ല പിന്തുണ ലഭിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ പോലും തെറ്റായ രീതിയിൽ കുടുംബത്തിനകത്ത് നിന്ന് ഇടപെടുന്ന രീതി അവസാനിപ്പിക്കേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തെറ്റായ പരാമർശങ്ങൾ നടത്തുന്ന പ്രവണതയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. സമൂഹത്തിൽ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും തെറ്റായ പ്രവണത കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. അക്കര ഫൗണ്ടേഷനിൽ പുതുതായി ആരംഭിച്ച ABA വിംഗ്, ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. കർണാടക സ്റ്റേറ്റ് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൗൺസിൽ ചെയർമാൻ UT ഇഫ്തിഖാർ അലി ഉദ്ഘാടനം ചെയ്തു. അക്കര ഫൗണ്ടേഷൻ കർണാടകയിൽ പുതുതായി ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സ്റ്റഡീസ് സെന്ററിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ഉറപ്പു നൽകുന്നതായി UT ഇഫ്തിഖാർ അലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അക്കര ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. CEO മുഹമ്മദ് യാസിർ, ക്ലിനിക്കൽ ഹെഡ് ജിനിൽ രാജ്, കാസർഗോഡ് നഗരസഭാ കൗൺസിലർ KM ഹനീഫ, അക്കര ഫൗണ്ടേഷൻ അഡ്വൈസറി ബോർഡ് മെമ്പർ ഷർസാൻ ഉൽ റിദ്വാൻ, ബെള്ളൂർ ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ TM, ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി TM ഷുഹൈബ്, അക്കര ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി മുഹമ്മദ് ഫർസാദ്, ട്രസ്റ്റ് ട്രഷറർ ഫാത്തിമ ഫസ്ലിൻ, കരിയർ കൗൺസിലർ നിസാർ പെർവാഡ്, അക്കര ഫൗണ്ടേഷൻ ടെക്നിക്കൽ ഹെഡ് എലിസബത്ത്, HR പൂച്ച നിതീഷ്, പ്രൊജക്ട് മാനേജർ മിസബ് ഷെരീഫ്, എക്സ്റ്റേണൽ പ്രോഗ്രാം ഹെഡ് ത്വൽഹത്ത് പെരുമ്പട്ട, അക്കര ഫൗണ്ടേഷൻ സ്റ്റാഫ് മണാൽ നിസാർ, അനുഗ്രഹ സുഗു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചന്ദേര യൂണിറ്റ് പഠന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നിരവധി പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചന്ദേര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കാവിലെ തൃക്കരിപ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ പഠന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സ്റ്റേഷൻ ഓഫീസർ പ്രഭാകരൻ, ഫയർ ഓഫീസർമാരായ അഭിജിത്ത് VA, അഭിലാഷ് P എന്നിവർ ക്ലാസ് എടുത്തു. പഠന പരിശീലന പരിപാടി വളരെ വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുമായി മാറി. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. യൂണിറ്റ് സെക്രട്ടറി ശിവദാസൻ KT സ്വാഗതവും വൈസ് പ്രസിഡന്റ് പത്മനാഭൻ TV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM ചെറുക്കള ബ്രാഞ്ച് അംഗത്തെ ആക്രമിച്ചതായി പരാതി. DYFI യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ നവാസിനെതിരെയാണ് രാത്രിയിൽ ചെറുക്കളയിൽ വെച്ച് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ചെർക്കളയിലാണ് CPMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കൊല്ലണ്ടേ
CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം സുമതി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. KV ബാലരാജൻ അധ്യക്ഷത വഹിച്ചു. അഷിത് ബി സ്വാഗതം പറഞ്ഞു. AR ധന്യവാദ്, P ശിവപ്രസാദ്, സുഭാഷ് പാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പഠനം വേറിട്ട അനുഭവമാക്കാൻ ഒളവറ സംഗീത് GUP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വർണ്ണക്കൂടാരം പ്രീ സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള SSK കാസർഗോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 13 പ്രവർത്തന ഇടങ്ങളോടുകൂടിയ ശാസ്ത്രീയ പ്രീ സ്കൂൾ വർണ്ണക്കൂടാരത്തിൻ്റെയും സമഗ്ര ശിക്ഷ കാസർഗോഡ് നൽകിയ 1 ലക്ഷം രൂപയുടെ ഡിജിറ്റലൈസേഷൻ്റെയും ഉദ്ഘാടനം ഒളവറ സംഗീത GUP സ്കൂളിൽ തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ജയരാജൻ KV പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചെറുവത്തൂർ BRC ട്രെയിനർ P രാജഗോപാലൻ വർണ്ണക്കൂടാരം പദ്ധതി വിശദീകരിച്ചു. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ IT, വാർഡ് മെമ്പർ MK ഹാജി, ട്രെയിനർ സതീശൻ U, ക്ലസ്റ്റർ കോർഡിനേറ്റർ സനൂപ് M, മുൻ പ്രധാന അധ്യാപകരായ KV ഗൗരി, PV രാജീവൻ, സ്കൂൾ വികസന സമിതി ചെയർമാൻ C ബാലൻ, PTA പ്രസിഡന്റ് സജിത് PV, MPTA പ്രസിഡന്റ് ശൈല ബാബു, സ്റ്റാഫ് സെക്രട്ടറി സനീപ് കുമാർ P, മുൻ പ്രധാന അധ്യാപകൻ K ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LSS USS വിജയികളെ അനുമോദിച്ചു. പ്രീ പ്രൈമറി ടീച്ചർ ഷിനു M നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം പടിഞ്ഞാറ്റും കുഴുവൽ മാടത്തിൻ കീഴിൽ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണ ഭാഗമായി ശ്രീരാമ ജന്മനക്ഷത്ര ദിനം ആചരിച്ചു. രാമായണത്തിലെ സന്ദേശങ്ങൾ എന്ന വിഷയത്തിൽ തൃക്കരിപ്പൂർ കക്കുന്നം പത്മനാഭൻ പണിക്കർ പ്രഭാഷണം നടത്തി. രാമായണ കഥാശ്രവണത്തിലൂടെ ആധ്യാത്മിക ചിന്തകളും ധർമ്മനീതിയും തത്വചിന്തകളും നേടുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രപാലക ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ പ്രമുഖ പ്രഭാഷകൻ തൃക്കരിപ്പൂർ കക്കുന്നം പത്മനാഭൻ പണിക്കർ വിഷയാവതരണം നടത്തി. കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടേണമിപ്പോൾ അനുഭവമിത്തരം മാമകം. ഇതാ ഇത്ര ചിന്തിക്കട്ടു. നമുക്ക് എന്ത് പ്രയാസം, എന്ത് മാനസിക പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ തലവിധിയാണെന്ന് വിചാരിക്കുക. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തീരുമാനിച്ചു, ഇന്ന് എൻ്റെ പ്രഭാഷണം കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കണം എന്ന് നീതിസാരത്തിലൊക്കെ പറയും പോലെ ആയുഷ് കർമ്മഞ്ച വിത്തഞ്ച വിദ്യാനിധനമേവച്ച് പഥേഞ്ച ദേനു കൽപ്യന്തേ ഗർഭദത്യേന ദേഹിന. KP ജയരാജൻ നായർ അധ്യക്ഷത വഹിച്ചു. K അരുൺകുമാർ, KM ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസാദ വിതരണവും നടന്നു. ഓഗസ്റ്റ് 9 വിദ്യാർത്ഥികൾക്ക് രാമായണ ക്വിസ് മത്സരവും ഓഗസ്റ്റ് 16 ആധ്യാത്മിക പ്രഭാഷകൻ കോഴിക്കോട് AKB നായർ പ്രഭാഷണവും നടത്തും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മാന്യ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ കിൻഡർ ഗാർഡൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാന്യ ദി ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പുതുതായി നിർമ്മിച്ച കിൻഡർ ഗാർഡൻ ബ്ലോക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ശിശു സൗഹൃദ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വർഷം മുതൽ പുതിയ ബ്ലോക്കിലേക്ക് കിൻഡർ ഗാർഡൻ ക്ലാസുകളെ മാറ്റുന്നത്. പരിപാടിയിൽ ഗ്ലോബൽ സ്കൂൾ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള അധ്യക്ഷത വഹിക്കും.
കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന്, മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ഗ്ലോബൽ സ്കൂൾ വൈസ് ചെയർമാൻ അബ്ദുൽ കരീം സിറ്റി ഗോൾഡ്, STU അബ്ദുൽ റഹ്മാൻ, ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത, വൈസ് പ്രസിഡന്റ് അബ്ബാസ്, ഹുസൈൻ തങ്ങൾ മാസ്തിക്കുണ്ട്, അഡ്വക്കേറ്റ് ഹനീഫ് ഹുദവി, ബസീം ഗസാലി, കലീൽ ഹുദവി, റാഷിദ് ഹുദവി, ഷമീർ വാഫി, സ്കൂൾ പ്രിൻസിപ്പൽ ഖദീജ തുടങ്ങി മത, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ഈ ഗ്ലോബൽ സ്കൂളിൻ്റെ KG ബ്ലോക്ക്, പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ സ്റ്റേജിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊരു സെപ്പറേറ്റ് ക്യാമ്പസ് മാന്യ സ്കൂളിനടുത്ത് തന്നെയുള്ള വിൻടച്ച് എന്ന് പറയുന്ന ആ ക്യാമ്പസിൽ പുതുതായിട്ട് ഈ വർഷം മുതൽ പഠനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ആ KG ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ദിവസം പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. കൂടാതെ അതേ വേദിയിൽ വെച്ചിട്ട് തന്നെ വിൻടച്ച് അക്കാഡമി എന്ന പേരിൽ ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ പെർമനൻറ്റ് ക്യാമ്പസിൻ്റെ കുറ്റിയടിക്കൽ കർമ്മവും ശിലാസ്ഥാപനവും അന്നേ ദിവസം പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതും നമ്മുടെ വിൻടച്ച് ക്യാമ്പസിൽ തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ബാഷിം ഗസാലി, CEO റാഷിദ് ഹുദവി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷമീർ വാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള പോലീസ് കണ്ണൂർ ജില്ലാ ആംഡ് റിസർവ് 1984 ട്രെയിനിംഗ് ബാച്ചിന്റെ 41ാം വാർഷികാഘോഷം നടന്നു. സംഗമവും സംഘടിപ്പിച്ചു. കഥകളിലും കവിതകളിലും നിത്യഹരിത ഗാനങ്ങളാലും സമൃദ്ധമായ സമാഗമം ശ്രദ്ധേയമായി. 41 വർഷത്തെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് പരസ്പരം കണ്ടുമുട്ടിയ നിമിഷങ്ങൾ ആനന്ദകരവും മധുരതരവുമാക്കിയ സംഗമം നേർക്കാഴ്ചകളുടെ സമാഗമവേദിയായി. കേരള പോലീസ് കണ്ണൂർ ജില്ലാ ആംഡ് റിസർവ് 1984 ട്രെയിനിംഗ് ബാച്ചിന്റെ 41ാം വാർഷികാഘോഷങ്ങളും അനുബന്ധമായി സംഘടിപ്പിച്ച സംഗമവും ശ്രദ്ധേയമായി. നീലേശ്വരം മാർക്കറ്റ് ലോഞ്ച് മാർക്കറ്റ് സ്ക്വയർ കോൺഫറൻസ് ഹാൾ വെച്ചാണ് വാർഷികാഘോഷം നടന്നത്. മുതിർന്ന അംഗം പത്മനാഭൻ പെരിഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ M വ്രജനാഥ് അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ രാമന്തളി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ആഘോഷ കമ്മിറ്റി കൺവീനർ K ബൽറാം മാരാർ സ്വാഗതവും ജോയിന്റ് കൺവീനർ രാമചന്ദ്ര വാര്യർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 100ഓളം അംഗങ്ങൾ പരിപാടിയിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ യൂണിയൻ മാവുങ്കാൽ യൂണിറ്റ് കുടുംബസംഗമം നടന്നു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ യൂണിയൻ മാവുങ്കാൽ യൂണിറ്റ് കുടുംബസംഗമം നടന്നു. BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ശിബിരം നടത്തി. ഇങ്ങനെ സംഘടന ആഗ്രഹിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ മസൂർ സംഘം എന്ന് പറയുന്ന തൊഴിലാളി സംഘടന ഈ രാജ്യത്ത് നിലവിൽ വന്നതും ഈ കുടുംബസംഗമം നടത്തുന്നതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി എന്ന് പറയുന്നത് വെറും ഒരു തൊഴിലാളി മാത്രമല്ല. BMSന്റെ കാഴ്ചപ്പാട് ഈ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടിൽ ഭാരതീയ മസൂർ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് ഒരു വലിയ ഉത്തരവാദിത്ത ബോധമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഭാരതീയ മസൂർ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് അർപ്പിതമായ കർത്തവ്യം. 1955 രൂപീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം സ്വർഗീയ ദത്തോപാന്ത് ടാങ്ക്രിജി ആരാണെന്ന് നമുക്കറിയാം. ടാങ്ക്രിജിയെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു കാര്യകർത്താവായിരുന്നു ടാങ്ക്രിജി. നമുക്കറിയാം സംഘത്തിൻ്റെ പ്രാരംഭം അല്ലെങ്കിൽ കേരളത്തിൽ RSS എന്ന് പറയുന്ന സംഘടനയെ രൂപീകരിക്കാൻ വേണ്ടി 1942 ആദ്യമായി വന്ന സംഘപ്രചാരകനാണ് ടാങ്ക്രിജി. 44 ബംഗാളിലേക്ക് പോയി. വന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സംഘടന ഇവിടെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ നോക്കിയപ്പോൾ തിരിഞ്ഞു പോകാതെ ഈ കോഴിക്കോട് എന്ന് പറയുന്ന ആ നഗരത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് ബീജാഭാവം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ മാവുങ്കാൽ അധ്യക്ഷത വഹിച്ചു. സുനിൽകുമാർ, ശ്രീജിത്ത് മീങ്ങോത്ത് എന്നിവർ സംസാരിച്ചു. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ വാഴക്കോട് പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി സനീഷ് കാട്ടുകുളങ്ങര സ്വാഗതവും രാജേഷ് പൊള്ളക്കട നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹകരണ ജനാധിപത്യ വേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സഹകാരി നേതൃസംഗമം സംഘടിപ്പിച്ചു. ശില്പശാലയും നടന്നു.
കേരള ബാങ്കിന്റെ രൂപീകരണം കേരളത്തിലെ സഹകരണ മേഖലയെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണെന്നും കേരളത്തിലെ സഹകരണ മേഖലയുടെ ചൈതന്യം തിരിച്ചുകൊണ്ടുവരാൻ പഴയ 14 ജില്ലാ സഹകരണ ബാങ്കുകളും പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. സഹകരണ ജനാധിപത്യവേദി ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച സഹകാരി ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധോദ്ദേശത്തോടു കൂടിയാണ് ഈ ബാങ്കുകൾ രൂപീകരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജൻധൻ പദ്ധതി, അതുപോലെ തന്നെ ഗ്യാസിന്റെ വിതരണം, അതുപോലെ തന്നെ ജലത്തിന്റെ വിതരണം, അതുപോലെ പെട്രോൾ പമ്പുകളുടെ വിതരണം, ഇതെല്ലാം സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായി ഈ സഹകാരികളെ കൂടുതൽ തങ്ങളോട് അടുപ്പിക്കാനും സഹകാരികൾക്ക് പുതിയ മാനം നൽകി ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനും കേന്ദ്ര ഗവൺമെന്റ് വളരെ ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കേരളം ആവശ്യപ്പെട്ട സോഫ്റ്റ്വെയർ നടപ്പാക്കരുത് എന്നുള്ളത് നടപ്പാക്കാൻ അവർ തീരുമാനിച്ചു. മാത്രമല്ല ഡേറ്റാ ബാങ്ക് ഉണ്ടാക്കാൻ, ഡേറ്റാ ബേസ് ഉണ്ടാക്കാൻ അവര് എല്ലാ തരത്തിലും, ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ബാങ്കുകളുടെയും ഡേറ്റ കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ കിട്ടത്തക്ക വിധം അവിടെ അതിനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ബാങ്കിന്റെ ഒരു പ്രവർത്തനം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മളാണ് നിക്ഷേപം സ്വീകരിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളാണ്. നിക്ഷേപം നമ്മൾ ആരെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ജോലികൾ സഹകാരികൾ ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാകൂ. സഹകരണ ജനാധിപത്യവേദി ജില്ലാ ചെയർമാൻ K. നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സിഗ്നൽ പ്രോസസിംഗ് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ സൂറത്കൽ NIT അധ്യാപിക കൂടിയായ അജാനൂർ വെള്ളിക്കോത്ത് സ്വദേശിനി ആരതി ശങ്കറിനെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദരിച്ചു. മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി PK പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു. കൺവീനർ M. അസിനാർ സ്വാഗതവും AK ശശിധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയപാതയിൽ LPG ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം നാടിനെയാകെ ഭീതിയിലാഴ്ത്തിയത് 1.5 ദിവസം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് പാചകവാതകം മാറ്റുന്ന പ്രവർത്തനം പൂർത്തിയായത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം പള്ളിക്കാലിൽ അപകടാവസ്ഥയിലായിരുന്ന മരത്തിന് ചുറ്റും കെട്ടിയ സംരക്ഷണ ഭിത്തി കൂടി തകർന്നു. വിഷയത്തിൽ അധികൃതരുടെ ഇടപെടൽ. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ DYFI നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തീയ മഹാസഭയുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആരൂഢം 2025 ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മഴയ്ക്കൊപ്പം ശക്തമായി വീശിയടിച്ച കാറ്റും. തൃക്കരിപ്പൂരിലെ വിവിധ മേഖലകളിൽ നാശനഷ്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.